ശശി തരൂർ ഈ വിഷയത്തിൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഞാനന്ന് സഭയിൽ അംഗമായിരുന്നു. അന്ന് പാർട്ടി സ്റ്റാൻഡ് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതായത് റഷ്യ ഉക്രൈനിലേക്ക് കടന്നു കയറിയത് തെറ്റായിപ്പോയി, അത് റഷ്യ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹം അന്ന് സഭയിൽ പാർട്ടി ലൈൻ അനുസരിച്ച് തന്നെ പ്രസംഗിച്ചു. മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഉക്രൈനും റഷ്യയും തമ്മിലൊരു ധാരണയിലേക്ക് വരുന്നുണ്ട്, പ്രധാനമന്ത്രി രണ്ടുപേരെയും പോയിട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ്. അതിനൊരു അഭിനന്ദനെന്ന് കണക്കാക്കണ്ട. വേണമെങ്കിൽ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്നായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച് കാണുക. അതല്ലാതെ അതിന് മോഡി സ്തുതി എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഒരു റീഡിങ് തോന്നിയത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ അദ്ദേഹം സംസാരിച്ച സ്ഥിതിക്ക് അദ്ദേഹം മറ്റൊരു വിഷയം കൂടെ പറയേണ്ടതായിരുന്നു. ഇത് അന്താരാഷ്ട്ര വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ: ഒന്ന് റഷ്യൻ ഉക്രൈൻ യുദ്ധവും, രണ്ട് ഇസ്രായേലിൻ്റെ ഗാസയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും അവിടെ കൊല ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഇസ്രായേൽ ഇത്തവണ എടുത്തുള്ള തീരുമാനം ഒരിക്കലും അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ പറഞ്ഞാൽ അവർ അങ്ങോട്ട് ആക്രമിച്ചു എന്നാണ്. ഇന്ന് ആരും അവരങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. ഇന്ന് ട്രംപിൻ്റെ വാക്ക് കേട്ട് ഒരു രാജ്യത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഇസ്രായേലല്ല, പിന്നിൽ അമേരിക്കയാണ്, ട്രംപാണ്. അതിനെ അവലംബിക്കാൻ കൂടെ അദ്ദേഹം തയ്യാറാവേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ്. അതുകൂടെ അദ്ദേഹം പറയേണ്ടതായിരുന്നു. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ ദേശീയ നേതൃത്വം ഉണ്ടല്ലോ പാർട്ടിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവർ തീരുമാനിക്കട്ടെ ബാക്കി കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവിടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പങ്കുമില്ല. അത് ഇന്നലെ വ്യക്തമായിട്ട് KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് അക്കാര്യം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അല്ല, എന്താ അറിയോ, ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാനത്തെ ആഘോഷമാണ്, അത് അവർ ആഘോഷിക്കട്ടെ. പക്ഷേ ഏറ്റവും രസകരമായിട്ട് കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശുചിത്വ കേരളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് മാലിന്യമുക്ത കേരളം. കലക്ട്രേറ്റിൽ പോലും തേനീച്ചകളെ കൊണ്ട് ജീവനക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. മിനിഞ്ഞാന്ന് സത്യത്തിൽ തേനീച്ചയ്ക്ക് പകരം കടന്നലായിരുന്നെങ്കിൽ കടന്നൽ കുത്തേറ്റ് കലക്ടർ ഉൾപ്പെടെ ജീവഹാനി സംഭവിച്ചേനെ. മിനിഞ്ഞാന്ന് ശുചിത്വ കേരളത്തിന്, മാലിന്യമുക്ത കേരളത്തിനും തലസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ തേനീച്ച കുത്ത് കാരണം ഓടുന്ന ഓട്ടം, അത് ഒളിമ്പിക്സിലാണ് ഓടിയതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വെങ്കല മെഡലെങ്കിലും ഇന്ത്യക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതാണ് ശുചിത്വ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. തലസ്ഥാനത്തെ കളക്ട്രേറ്റിലാണ് തേനീച്ച കൂട്. അത് കടന്നൽ കൂടാണെങ്കിലോ മിനിഞ്ഞാന്ന് മരണം സംഭവിക്കുകയായിരുന്നു കളക്ട്രേറ്റിൻ്റെ അകത്ത്. അപ്പോൾ പറയുന്ന ശുചിത്വം എത്രയുണ്ടെന്ന് ആദ്യം കളക്ട്രേറ്റിൽ നിന്ന് തുടങ്ങണം. അല്ലെങ്കിൽ ഇനി ക്ലിഫ് ഹൗസിൽ പോയി നോക്കിയാൽ അറിയാം അവിടെ എന്തിൻ്റെയൊക്കെ കൂടാനുള്ളത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതെ, മോഡിയെ പ്രശംസിച്ചോ? അതിപ്പോൾ ഇവരും അങ്ങനെയാണല്ലോ, ഇവരാണല്ലോ ശരിക്കും മോഡിയുടെ ആൾക്കാരിപ്പോൾ. അതുകൊണ്ട് A ടീം ചെയ്ത് ശരിയാണെന്ന് B ടീം പറയുകയാണ്. A ടീം ആരാ? BJP. സുരേന്ദ്രൻ പറഞ്ഞത് നല്ല കാര്യമാണ് പറഞ്ഞതെന്ന്. അപ്പോൾ B ടീമാണ് CPM. അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ കണക്ഷൻ വ്യക്തമായല്ലോ. ചില നേരത്തെ രഹസ്യ ബന്ധങ്ങൾ പുറത്താവുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അത് തന്നെ തരൂരിനെ അനുകൂലിച്ചിട്ട് തന്നെ. തരൂര് പറഞ്ഞത് മോഡി സ്തുതിയാണെങ്കിൽ ഇപ്പോൾ വ്യക്തമായല്ലോ. പക്ഷെ ഞാൻ പറയുന്നതിന് മോഡി സ്തുതി ഇതിനെ കണക്കാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഗാസ ഇഷ്യൂയും കൂടെ അദ്ദേഹം പറയേണ്ടതായിരുന്നു.